യാദൃശ്ചികമായിട്ട് ആ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവിടെ കളി കാണാനുണ്ടായിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ റെഫറി ടെസ്റ്റ് എഴുതി കൂടെ? റിക്രൂട്ട്മെൻറ്റും കൂടി ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നതാണ് ഇത് ടെസ്റ്റിന് നാഷണൽ ടെസ്റ്റിന് പറ്റുമില്ല എന്നറിയാൻ വേണ്ടി വിളിച്ചത്. അന്ന് അതിൽ ചെല്ലുമ്പോഴേ നമ്മളറിയാം. ഗ്രൗണ്ടിൽ ഒരു പോസ്റ്റിൽ മിന്നൽ വരലും ആ നെറ്റ് കത്തലും കഴിയും. 1976 മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ചൊരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. മത്സരത്തിന് തൊട്ടു മുമ്പാണ് കളി നിയന്ത്രിക്കാമെന്നേറ്റിരുന്ന റഫറി പങ്കെടുക്കില്ലെന്ന് അറിയിച്ചത്. ആശങ്കയിലായ സംഘാടകർ കാണികൾക്കിടയിലേക്ക് നോക്കി ഒരു 19-കാരൻ പയ്യനെ തിരഞ്ഞെടുക്കുന്നു. ആ പയ്യൻ്റെ കയ്യിൽ വിസിൽ കൊടുത്ത് കളി നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം 77 ആ പയ്യൻ റഫറിങ് കോഴ്സിന് കയറി റഫറിങ് പൂർത്തിയാക്കുന്നു. പിന്നീട് ആ 20-കാരനെ കാണുന്നത് ഫിഫയുടെ റഫറി ആയിട്ടാണ്. അത് മറ്റാരുമല്ല, മലപ്പുറം ആനക്കയം സ്വദേശി ടി അബ്ദുൽ ഹക്കീം തറയിൽ സാറാണ്. ഹായ് സാർ. മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്തിൽ ഒരു കളി നടക്കുന്നു. അപ്പോൾ കളിക്ക് തൊട്ട് മുമ്പ് റഫറി ഇല്ല. അപ്പോൾ കളി കാണാൻ വന്ന ആൾക്കാരിൽ നിന്ന് ഒരു പയ്യനെ റഫറി വിസിൽ കൊടുക്കുന്നു, റഫറി ആക്കുന്നു. ആ റഫറി ഫിഫയിലെത്തുന്നു. അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറയോ? അന്ന് പോളിടെക്നിക് വരുമ്പോൾ പോളിടെക്നിക് ടീമിൽ ഞാൻ പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു. പോളിടെക്നിക് ഇന്റർ പോളിടെക്നിക് ടീമിൽ കളിച്ചിട്ടുണ്ട്. അവിടെ കളി നമ്മൾ പോളിടെക്നിക്കിൽ ക്ലാസ് കഴിഞ്ഞ് മലപ്പുറം കുന്നുമ്മൽ വരും. പെരുന്തമണ്ണ പോളിടെക്നിക് കുന്നുമ്മൽ വന്ന് കോട്ടക്കുന്നിൽ കളി ഉണ്ടാകുമ്പോൾ ആ കളി കണ്ടിട്ട് രക്ഷ വീട്ടിൽ പോകുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അവിടെ എന്നും കളി നടക്കും. അവിടെ കോട്ടക്കുന്നിൽ ഒരു അന്നൊരു നെഹ്റു കേന്ദ്രത്തിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ അവിടെ കുന്നുമ്മലുള്ള ആളുകൾ കൂടിയിട്ട് ഒരു കളി നടത്താണ്. അപ്പോൾ ഞാനും അവരായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും കളി കാണാൻ പോകുന്ന അങ്ങനെ ആ സമയത്താണ്. അന്ന് അവരെ നിൽക്കേണ്ട ആളില്ലാതെ വരുന്ന സമയത്ത് എന്നോട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ ബസ്സിലൊന്നു, ഞാൻ നിന്നു. ആ നിന്ന കളിയിൽ യാദൃശ്ചികമായിട്ട് ആ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവിടെ കളി കാണാനുണ്ടായിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ റെഫറി ടെസ്റ്റ് എഴുതി കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു. ഇവിടെ റെഫറിമാരില്ല. കാരണം അന്ന് വളരെ കുറഞ്ഞ റെഫറി, 4-5 റെഫറിമാരാണ്. കോഴിക്കോട് ജില്ലയെന്ന് മാറിയതിന് ശേഷം അവിടെ ജില്ലയിൽ റെഫറി റിക്രൂട്ട്മെൻ്റ് എടുത്ത് 5 പേരായിട്ട് ഉള്ളവരുന്നു. ആ തലമുറയിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ, 2 പേര് എപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ റെഫറി ടെസ്റ്റ് എഴുതാൻ അവർ നിർബന്ധിച്ചനുസരിച്ചിട്ടാണ് ആ റെഫറി ടെസ്റ്റ്, ഞങ്ങളൊരു 8-10 പേര് അവിടെ ഇരുന്ന് റെഫറി ടെസ്റ്റ് പിന്നെ അവർ റിക്രൂട്ട് ചെയ്ത് 78 റിക്രൂട്ട് ചെയ്ത് റെഫറി ടെസ്റ്റ് നടത്തി. നമ്മൾ 78 ലാസ്റ്റിലാണ് പരീക്ഷ എടുത്തത്. 79 കൂടി റെഫറി ആയിട്ട് രംഗത്ത് വരുന്നു. അസോസിയേഷൻ റെഫറി ആയിട്ട് വരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് പിന്നെ കളിച്ചിരുന്നോ? അതോ പിന്നെ പിന്നെ നമ്മൾ റെഫറിങ്ങിലേക്ക് പിന്നെ റെഫറിങ് നിൽക്കാൻ തന്നെ പറ്റൂ രംഗത്ത് വന്നു. അവർ അന്ന് റൂളുണ്ട്, റെഫറി ആയിട്ട് പോവുക, കളിക്കാരായിട്ട് രണ്ടും കൂടി പറ്റില്ല. കാരണം റെഫറി ആയി കഴിഞ്ഞാൽ റെഫറി കളിക്കാരനായി കഴിഞ്ഞാൽ ടീമിനും റെഫറിമാർക്കും പ്രയാസം ഉണ്ടാകും. അപ്പോൾ റെഫറി ആയിട്ട് തന്നെ തുടരാൻ പാടുള്ളൂ. അന്നത്തെ നിയമം തന്നെ. അവിടുന്ന് പിന്നെ ഫിഫയിലേക്ക് പിന്നെ എങ്ങനെ എത്തിപ്പെട്ടു? അവിടുന്ന് ഇത് കാറ്റഗറി ഉണ്ട്. അന്ന് നമ്മൾ പ്രൊവിഷണൽ റെഫറി എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ 2 കൊല്ലം റെഫറി ആയിട്ട് ഫുൾ ടൈം നിന്ന് കഴിഞ്ഞാൽ പ്രൊവിഷണൽ കൺഫേംഡ് റെഫറി ആവും. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് കൺഫേംഡ് റെഫറി ആയി കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ്, പ്രൊമോഷൻ ടെസ്റ്റ്, അന്ന് ക്ലാസ് 3 എന്ന് അവന് പറയാം, ക്ലാസ് 2 റെഫറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അത് റിട്ടേൺ ടെസ്റ്റും ഇതുപോലെ പരീക്ഷ പ്രാക്ടിക്കലും കഴിഞ്ഞതിന് ശേഷം എക്സാമിനേഷൻ ഉണ്ടാവും. അവർ അത് കഴിഞ്ഞിട്ട് ക്ലാസ് 2 നമ്മൾ റെഫറിയായി 1 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ കൺഫേംഡ് റെഫറി ആക്കും. അടുത്തൊരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അതിലേക്ക് പ്രൊമോഷൻ ടെസ്റ്റ് കൊടുക്കും. അങ്ങനെ ക്ലാസ് 1 റെഫറി ആവും. ക്ലാസ് 1 റെഫറി ആകുന്നതോട് കൂടിയാണ് ഞാൻ 83 കൂടിയാണ് സജീവമായിട്ട് മറ്റ് ജില്ലകളിലെ മാച്ചുകൾ നിൽക്കാൻ തുടങ്ങി. ഏകദേശം 5 വർഷത്തെ സമയം 5 വർഷത്തെ സമയം ഉണ്ടായിരുന്നു. 5 വർഷത്തെ സമയം കൊണ്ട് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലാ ലീഗിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലാ ലീഗിൽ ഇറങ്ങിയോട് കൂടിയാണ് എൻ്റെ സുഖം ഉത്ഭവിച്ചതെന്ന് പറയാം. കാരണം കോഴിക്കോട് എന്നെ വളരെയധികം കളിയെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് കോഴിക്കോട് ലീഗ് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഞാൻ വരും. മത്സരം നിയന്ത്രിച്ച് ഞാൻ പോകുന്നു. അങ്ങനെ കണ്ണൂർ ജില്ലയിലേക്ക് വിളിച്ചു. കണ്ണൂർ ജില്ലയിൽ പോകുന്നു, തൃശ്ശൂർ ജില്ലയിൽ വിളിക്കുന്നു, പാലക്കാട് ജില്ലയിൽ, ഇങ്ങനെ വിവിധ സമീപമുള്ള ജില്ലകളിലേക്കും കൂടി വ്യാപിച്ചു തുടങ്ങി. അതിനിടയിൽ ഞാൻ സർവീസിൽ കയറിയിരുന്നു. ഞാൻ 78 കൂടി സർവീസിൽ കയറിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നാഗജി ടൂർണമെൻറ്റിൽ എന്നെ പോസ്റ്റ് ചെയ്തത് കോഴിക്കോട്. അപ്പോൾ ഇനി നാഗജിയിലെ ടൂർണമെൻറ്റുകളിൽ 84 കൂടി ഞാൻ നാഗജി ടൂർണമെൻറ്റിൽ നിൽക്കാൻ തുടങ്ങി. ആ നാഗജി ടൂർണമെൻറ്റിൽ നിൽക്കുന്നതോടുകൂടി ഡെവലപ്പ് ചെയ്തു. പിന്നെ
ക്ലാസ് 1 റഫറിയാകുന്നു. ക്ലാസ് 1 റഫറിയായി നിൽക്കുന്ന സമയത്താണ് 89 കോയമ്പത്തൂർ ഫെഡറേഷൻ കപ്പിൽ അവിടെ റഫറിമാർ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ തോറ്റു. അപ്പോൾ അവരെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ തോൽക്കുമ്പോൾ തിരിച്ചയക്കും. അപ്പോൾ നാളെ മത്സരം നടക്കാൻ റഫറിമാർ ഷോർട്ടാണ്. അപ്പോൾ അന്ന് AFF കേരളത്തിൽ നിന്ന് മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് അടുത്തുള്ള 2-3 റഫറിമാരെ അങ്ങോട്ട് അയക്കാൻ പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് പാസ്സായാലും അവിടെ തുടരണം. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ പോവുകയും ഫിസിക്കലി ഞാൻ ഫിറ്റാണെന്ന് അവിടെ പ്രൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്നെ അവിടെ റീറ്റേൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ എന്നെ നാഷണൽ ടെസ്റ്റിൻ്റെ പ്രൊമോഷനും ടെസ്റ്റിനുള്ള റിക്രൂട്ട്മെൻറ്റും കൂടി ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നതാണ് ഇത് ടെസ്റ്റിന് നാഷണൽ ടെസ്റ്റിന് പറ്റുമില്ല എന്നറിയാൻ വേണ്ടി വിളിച്ചത്. അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ അറിയുന്നു. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാസ്സായപ്പോൾ അവിടെ ഒരു മത്സരം നമുക്ക് തരുന്നു. ആ മത്സരം പാസ്സായി കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ക്ലാസ് 1 പ്രൊമോഷന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അടുത്ത ഒരു ഫേസും കൂടി നിങ്ങൾക്കൊരു മാച്ച് നിൽക്കണം, വിളിക്കും അന്നേരം നിങ്ങൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഏതായാലും നിങ്ങൾ വരുന്ന സ്ഥിതിക്ക് ഇവിടെ 2 മാച്ച് നിന്നിട്ട് പോയാൽ മതിയാണ്. അങ്ങനെ അവിടുന്ന് എനിക്ക് ഒരു മാച്ച് കിട്ടുന്നു. ആ മാച്ച് ഭംഗിയായി നിന്നതോടുകൂടിയാണ് ഞാൻ അടുത്ത നാഷണൽ ടെസ്റ്റിന് വിളിക്കണേ. അപ്പോൾ 90 കോഴിക്കോട് നാഗജിയിലാണ് അടുത്ത ടെസ്റ്റ് വന്നത്. 89 കോയമ്പത്തൂരും 90 ഇവിടെയും വന്നു. അല്ല, അതിൻ്റെ മുന്നേ നമ്മളൊരു പ്രീ ഉണ്ട് കൊച്ചി ഒരു സെൻട്രൽ ടൂർണമെൻ്റ് ഉണ്ട്, സെൻട്രൽ റവന്യൂ ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റിൽ നമുക്കൊരു അവസരം വന്നെങ്കിലും അതിൽ ടെസ്റ്റ് നടത്താൻ ആ സെൻട്രൽ റവന്യൂ ടൂർണമെൻറ്റിൽ അവസരം സമ്മതിക്കാത്തതുകൊണ്ട് അവിടെ നടക്കാതെ പോയിട്ടുണ്ട് ഒരു കളി. അല്ലെങ്കിൽ ഒരു കൊല്ലം കുറച്ച് നേരത്തെ ആകുമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ നാഗജിയിൽ SS ഷെട്ടിയാണ് എൻ്റെ എക്സാമിനറായിട്ട് വരുന്നത്. ആ എക്സാമിനർ നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പാസ്സായി കഴിയുന്നു, ഒരു മാച്ച് തരുന്നു. ആ മാച്ച് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കേരള പോലീസും സദേൺ റെയിൽവേ ആണ് കളി. ഈ സദേൺ റെയിൽവേയും ബാംഗ്ലൂരിലെ കേരള പോലീസുള്ള കളിയിൽ കേരള പോലീസ് ഒരു ഗോൾ തോൽക്കുന്നു. എൻ്റെ ടെസ്റ്റ് മാച്ച് കൂടിയാണ്. അപ്പോൾ ഈ എക്സാമിനർ പറഞ്ഞു ഇയാളെ ഞാൻ നാഗജിയിൽ സ്ഥിരമാക്കേണ്ടതാണ് ആ മാച്ച്. പക്ഷേ അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഫൈനൽ മത്സരം കൂടി നിന്നിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ആ മത്സരത്തിൽ ദേശം നല്ലൊരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ 91 ഫിഫ ടെസ്റ്റിന് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. അതിലാണ് നമ്മൾ ഫിഫ ടെസ്റ്റിന് പോകുന്നത്. ടെസ്റ്റിൻ്റെ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് 92 ജനുവരി 1 മുതൽ ഫിഫ അസിസ്റ്റൻറ്റ് റെഫറി ആയിട്ടാണ് രംഗത്ത് വരുന്നത്. അന്ന് 2 ടൈപ്പ് റെഫറിമാരാണ്, ഒന്ന് ഫിഫ റെഫറി, ഒന്ന് ഫിഫ അന്ന് ലൈൻസ്മാൻ എന്നാണ്. ഇപ്പോഴത്തെ അസിസ്റ്റൻറ്റ് റെഫറി അന്ന് ലൈൻസ്മാൻ. അങ്ങനെ ഫിഫ പാനലിൽ 92 മുതലുള്ള പാനലിലേക്ക് ഞാൻ കയറി വരുന്നത്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഫ പാനലിലെ റെഫറിയാണ്. കേരളത്തിലെ ഫിഫ പാനലിലേക്ക് വരുന്ന റെഫറി രണ്ടാമത്തെ ആൾ ഞാനുമാണ്. ആദ്യത്തെ ആൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് AK മാമുക്കോയ കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഫിഫ റെഫറി. രണ്ടാമത്തെ ഫിഫ പാനലിലേക്ക് വന്ന ആൾ ഞാനാണ്. അത് ഫിഫ അസിസ്റ്റൻറ്റ് റെഫറി ആയിട്ട്. അതാണ് നമ്മുടെ പിന്നീട് ഞാൻ 95 ഫിഫ റെഫറി ആയിട്ട് വരും. അസിസ്റ്റൻറ്റ് റെഫറിയിൽ നിന്നും ഫിഫ റെഫറി ആയിട്ട് എന്നെ ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പറയാം, ഈ 2 ഇതിലും അവകാശം കിട്ടിയ റെഫറി ഞാനാണ്. അസിസ്റ്റൻറ്റ് റെഫറി ആയിട്ട് നിൽക്കാം, റെഫറി ആയിട്ട് നിൽക്കാം. സാധാരണഗതിയിൽ ഫിഫ റെഫറി നിൽക്കുന്ന ആൾ സെൻറ്ററിലും 4th ആണ് ഇരിക്കുക. അസിസ്റ്റൻറ്റ് റെഫറി ഉള്ള ഒരാൾ അസിസ്റ്റൻറ്റ് റെഫറി ആയിട്ടും സെൻറ്ററായിട്ടും നിൽക്കാം. ഇപ്പോൾ 2 കാറ്റഗറി ഉള്ളൂ, ഫിഫ റെഫറിയും അസിസ്റ്റൻറ്റ് റെഫറിയാണ്. പണ്ട് ഇതിൻ്റെ പേര് ലൈൻസ്മാൻ എന്നായിരുന്നു, ഇപ്പോൾ മാറ്റി അസിസ്റ്റൻറ്റ് റെഫറി എന്നാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മത്സരങ്ങൾ ആദ്യ ഫിഫ മത്സരം ഏതായിരുന്നു റെഫർ ചെയ്ത? 94 ഫസ്റ്റിൽ നമ്മൾ വരുമ്പോൾ ഇന്ത്യക്കകത്ത് നമ്മൾ ആദ്യമായിട്ട് മത്സരം നടത്തുന്നത് ഇവിടെ നമ്മളെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്. പിന്നെ അതാണ് നമ്മളെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്, Under 21 ടൂർണമെൻറ്റ്. പിന്നെ ശ്രീലങ്കയിൽ ഇറാഖ് ശ്രീലങ്ക മാച്ച്, പിന്നെ അതുപോലെ നേപ്പാളിൽ മാച്ചുകൾ നിന്നിട്ടുണ്ട്. റഫറി അതിൻ്റെ ശേഷം നമ്മൾ കൊച്ചിയിൽ നടന്ന നെഹ്റു കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം, ചൈന ഇറാഖ് മത്സരം, ഉദ്ഘാടന മത്സരം നിയന്ത്രിച്ച് കൊച്ചി സ്റ്റേഡിയത്തിൽ. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ ഡോക്ടർ ജയലളിത ട്രോഫി, വിമൻസ് ട്രോഫി, വിദേശ ടീമുകൾ പങ്കെടുത്ത മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സൗദി അറേബ്യ അൽ അസ സ്റ്റേഡിയത്തിൽ നടന്ന Under 16 ടൂർണമെൻറ്റുകൾ 94
മത്സരം നിയന്ത്രിച്ചു. അതുപോലെ കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് അതിലെ സ്ഥലങ്ങളിൽ നമ്മൾ മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മത്സരം നമ്മൾ ഇൻ്റർനാഷണലിൽ നമ്മൾ ഏജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ 45 വയസ്സ് വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നമ്മൾ ഡൊമസ്റ്റിക് മത്സരങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ള മത്സരങ്ങൾ, ഇന്ത്യയിലെ നാഷണൽ ലീഗ്, അതുപോലെ ഇന്ത്യയിലെ മേജർ ടൂർണമെൻറ്റുകൾ. പണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ വളരെയധികം ടൂർണമെൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ കണ്ണൂർ SN ട്രോഫി, അതുപോലെ നാഗജി, സിസേഴ്സ് കപ്പ്, അതുപോലെ തൃശ്ശൂർ ചാക്കോള, കോട്ടയത്ത് മാമമാപ്പിള, കൊല്ലത്ത് KFA ഷീൽഡ്, തിരുവനന്തപുരത്ത് GV രാജ എന്നുള്ള ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്താണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റാഫോർഡ് കപ്പ്, ഗോവ ബന്ധോക്കർ, ബോംബെ റോവേഴ്സ്, അതുപോലെ നമ്മളെ ഡൽഹിയിൽ ഡൂറൻ കപ്പ്, DCM, കൽക്കത്ത IFA ഷീൽഡ്, പഞ്ചാബ് ബാങ്കിൻ്റെ ടൂർണമെൻറ്റ്, അതുപോലെ PLS എന്ന് പറഞ്ഞൊരു ട്രോഫി ഉണ്ട്, PS കൽക്കട്ട. ഇതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഈ ടൂർണമെൻറ്റുകളൊന്നും ഈ DCM ഒഴികെ ഒരു ടൂർണമെൻറ്റും ഇപ്പോൾ അല്ല. അതെന്തായിരിക്കും കാരണം? ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ക്ലബ്ബുകൾ ഇപ്പോൾ ഇതിനൊന്നും സമയമില്ല. അത്ര ക്ലബ്ബുകൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ കളികളാണ് ഓരോ ടീമിന്. അപ്പോൾ അന്ന് അതല്ല, അന്ന് വേറെ ടൂർണമെൻറ്റുകളില്ല, അന്ന് കളിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പല കളിക്കാരും മറ്റ് ക്ലബ്ബുകൾക്ക് കളിക്കാൻ തന്നെ കേരളത്തിൽ കളി നടക്കുമ്പോൾ, കേരള ടീമിലെ ആളുകൾ കളിക്കുമ്പോൾ അവർ റിക്രൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇടവണ്ണ ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് നടന്നു, ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, ഇടവണ്ണ ടൂർണമെൻറ്റ് നടന്നു. അതിൽ കേരളത്തിലെ ടീമുകൾ കളിക്കുമ്പോൾ മുഹമ്മദ് അനസ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കളിക്കാരനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കോട്ടക്കലെ സബീർ എന്ന് തോന്നുന്നുണ്ട്, അറിയാറില്ല, സബീർ എന്ന് പറഞ്ഞൊരു കളിക്കാരാണ്. അവനെ ഇവർ മുഹമ്മദ് അനസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പല കളിക്കാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തിരൂർ ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് നടന്നതാണ്, HL പല കളിക്കാരും പോകാൻ അവസരം ഉണ്ടായി. HL ബാംഗ്ലൂർ അവിടെ കളിക്കുന്ന സമയത്ത്. ഇപ്പോൾ ടീമുകളിൽ ഇത്തരം ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാൻ ആളുകളില്ല, സംഘടിപ്പിച്ചാൽ തന്നെ ടീമുകൾ വരാനില്ല. ടീമുകളൊക്കെ ഇപ്പോൾ ഹൈ ലെവൽ ടീമുകളേ ഉള്ളൂ, മറ്റ് അത്തരം ടീമുകളില്ല. അപ്പോൾ പട്ടാള ടീമുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്തരം ടീമുകൾ തന്നെ ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഫോഴ്സിൽ ടീമുണ്ട്, ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞ 2 ടീമുണ്ട്, Army 11. ആ ടീമുകളൊന്നും ഇപ്പോൾ സർവീസസിന് കളിക്കാമെന്നല്ലാതെ വേറെ ക്ലബ്ബുകൾക്കൊന്നും അവർ കളിക്കുന്നില്ല. മുമ്പ് Army 11 എന്ന് പറഞ്ഞ ടീം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർമി ടീമുകളൊന്നും ടൂർണമെൻറ്റുകൾ, ചെറിയ ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുന്നില്ല. ഇപ്പം നേരത്തെ സാറിന് പറഞ്ഞല്ലോ, ഒരുപാട് ടൂർണമെൻറ്റുകൾ പേര് പറഞ്ഞല്ലോ, അതൊന്നും ഇപ്പോൾ കേൾക്കാനേ ഇല്ലല്ലോ. അവിടെ ഇങ്ങനെ വന്നാൽ കട്ടക്ക് എല്ലാ സംസ്ഥാനത്തിലും ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറീസയിൽ പിന്നെ കലിംഗ കപ്പ് ഉണ്ടായിരുന്നു, അതായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. പല ഈ ടൂർണമെൻറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല. ആകെ ഡൂറൻ്റ് കപ്പ് മാത്രമേ ഉള്ളൂ. ഡൂറൻ്റ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടൂർണമെൻറ്റാണ്. അത് പട്ടാള ഫോഴ്സിൻ്റെ കയ്യിലായതുകൊണ്ട് അവരെല്ലാ കൊല്ലവും അത് നടത്തിപ്പോരുന്നുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നടന്നു പോരുന്നത്. ഇപ്പോൾ DCM എന്നുള്ള ടൂർണമെൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. ഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം. ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടൂർണമെൻറ്റ് ഡൂറൻ കപ്പാണ് ആദ്യത്തെ ടൂർണമെൻറ്റ്. ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചറിഞ്ഞപ്പോൾ ഒരു വിഷയം, ഒരു പോയിന്റ് എനിക്ക് കിട്ടിയത്, ഫീൽഡിലും അതായത് ഗ്രൗണ്ടിന് പുറത്തുള്ള ഗ്രൗണ്ട് ചെക്കിങ്ങിൻ്റെ പ്രീ സ്റ്റേജിലും സാറിൻ്റെ ഒരു കാർക്കശ്യ നിലപാടിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊൽക്കത്തയിൽ നടന്ന ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് 2-3 ഇഷ്യൂകൾ ഗ്രൗണ്ടിനെതിരെ വന്നപ്പോൾ അന്ന് അവിടുത്തെ കൊൽക്കത്ത ആരാധകർ ഒരു മലയാളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിഷയം ഉണ്ടാക്കിയതൊക്കെ ഞാൻ അങ്ങനെയല്ല. അതായത് ഗ്രൗണ്ട് ഫിറ്റ് അല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് ഒരു 1-2 അല്ല, അതിപ്പോ പിന്നെ ഇത് നമ്മളെ കർക്കശമായ നിലപാട്, കളിയിൽ റഫറി കർക്കശമായ നിലപാട് സ്വീകരിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വിട്ടുവീഴ്ച അല്ല. അവിടെ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നമ്മൾ പറയില്ല, പക്ഷെ അത് പറയുന്നത് ശരിയായിരിക്കണം. അതാണ് നമ്മളതിൽ ശ്രദ്ധിക്കാനുള്ളത്. അത് എന്തായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്? അത് ഗ്രൗണ്ടിൽ കണ്ടീഷൻ മോശമാണ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിയമപരമായുള്ള മാർക്കിങ്സ് വേണം. ആ സമയം ഏതായിരിക്കും, ആ കാലഘട്ടം? എനിക്ക് തോന്നുന്നു 95-96 കാലഘട്ടമാണ്. കൊൽക്കത്തയിലായിരുന്നല്ലോ. കൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗ്രൗണ്ടാണ് നമ്മൾ അൺഫിറ്റാന്ന് പറഞ്ഞത്. അത് എന്നിട്ട് കളി സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. അന്ന് ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ദാസ് മുൻഷിയാണ്, അദ്ദേഹം അന്ന് മിനിസ്റ്ററുമാണ്. പക്ഷെ നമ്മൾ ചെയ്തത് നിയമപരമായി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല,
അത് കഴിഞ്ഞിട്ട് ഞാൻ തുടരെ അല്ല, മാച്ച് അന്നത്തെ ആ വിഷയം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? അല്ല, ഗ്രൗണ്ട് നമ്മൾ 2 ദിവസം നമ്മൾ മുമ്പ് അവിടെ എത്തുന്നു, ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കുന്നു. ഗ്രൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് മാർക്കിങ്ങിൽ നിയമപരമായി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്തു നമ്മൾ നോക്കണം. അത് ഫോളോ ചെയ്തില്ല. ആ ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമ്മളത് പറഞ്ഞു. അത് പെട്ടെന്ന് തിരുത്താൻ പറ്റുന്നതല്ല. കാരണം ലൈൻ മാർക്കിങ്ങോ അതുപോലെ ഗാലറിയിൽ നമ്മൾ പട്ടിക ഉപയോഗിച്ചുള്ള ഗാലറി എന്ന് പറഞ്ഞാൽ അത് എടുത്താൽ പോരും, അത് അപകടമാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അന്നും ഗ്രൗണ്ടിൽ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അത് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അൺഫിറ്റാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത്ര കളികൾ ഇവിടെ പറ്റില്ല. ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ പറയുന്നു, അത് അംഗീകരിക്കുന്നു. അതാണ് ഉള്ള വിഷയം. അപ്പോൾ കളിയിൽ പല വിഷയങ്ങളും ഇതുപോലെ ഒരു ടൂർണമെൻറ്റിൽ ബോള് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഓരോ ടൂർണമെൻറ്റിൽ ഏത് ബോൾ ഉപയോഗിക്കണം നമുക്ക് തരും. ആ ബോളിൻ്റെ സ്പെസിഫിക്കേഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ ബോൾ സൂട്ടബിൾ അല്ല എന്ന് പറയണം. അപ്പോൾ ശരിയായ ബോൾ കിട്ടും. കളിയിൽ പ്രധാനമായിട്ടുള്ള ബോൾ ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ആ ബോളുകൾ ശരിയല്ലെങ്കിൽ നമ്മൾ അതല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ഞാൻ കോഴിക്കോട് തന്നെ ഒരു മത്സരം നാഗജി നടക്കുമ്പോൾ, നാഗജിയാണോ സിസേഴ്സാണെന്നറിയില്ല, ഒരു കളി മത്സരം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ കളി നിർത്തിയിട്ട് അത് ഒന്ന് കൽക്കട്ട FC ആണ് അന്ന്. കൽക്കട്ട മറ്റേ ഫുഡ് കോർപ്പറേഷൻ്റെ ടീമുണ്ട് കൽക്കട്ട, അതിന് ഭട്ടാചാര്യ ഗോൾ കീപ്പറുള്ള ടീമാണ്. ഒന്ന് കൊച്ചി നമ്മളെ സെൻട്രൽ എക്സൈസ് ഉള്ള കളിയാണ്. ആ കളി ഫസ്റ്റ് ഹാഫ് സെൻട്രൽ എക്സൈസ് ഒരു ഗോൾ തോറ്റ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കളി നിർത്തുന്നു. ഗോ ടു യുവർ ഷെൽട്ടർ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്താ, ഗ്രൗണ്ടിലൊരു മിന്നൽ വന്നു. വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കളി നിർത്താനാണ് തോന്നി. ഉടനെ ഞാൻ മത്സരം നിർത്തി. ഇവരെല്ലാം 4th റെഫറിൻ്റെ ടേബിളിലേക്ക് എത്തുന്നുള്ളൂ. ഞാൻ ഉടനെ 4th റെഫറിൻ്റെ ടേബിളിലെത്തിയപ്പോഴതിന് നമ്മളെ ഗ്രൗണ്ടിൽ ഒരു പോസ്റ്റിൽ മിന്നൽ വരലു, ആ നെറ്റ് കത്തലും കഴിഞ്ഞു. അപ്പോഴാണ് അതിന് ഭട്ടാചാര്യ നിന്ന പോസ്റ്റാണത്. അയാൾ എന്നെ കെട്ടിപ്പിടിക്കുന്നു. നേരെ അപ്പോഴത് കമ്മിറ്റി എന്താ സംഭവിച്ചെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത മിന്നലും ഇടിയും വന്നു. ടവർ വരെ പോയി. നമ്മളെ ഒരു ടവർ പോയി. അതോടുകൂടി ജനങ്ങളൊക്കെ ഗാലറിയിൽ നിന്ന് ഇറങ്ങി ഓടി. അന്ന് കളി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കളി അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ വരെ അതിന് ശേഷം ഒരു മത്സരത്തിൽ ആഫ്രിക്കൻ ടീമിന് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇൻസിഡൻറ്റിനെ പറ്റി ആലോചിച്ച് ഒരു 7 പ്ലേയേഴ്സ് സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട് മിന്നലേറ്റ്. അപ്പോൾ ഇവിടെ അത് എന്താണ് എനിക്ക് നിർത്താൻ തോന്നിയത് എനിക്ക് അത്ഭുതമുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങനെ തോന്നി, ഞാൻ നിർത്തി. എനിക്കത്രേ അറിയുള്ളൂ. പ്ലേയേഴ്സ് എല്ലാം ഓടി വന്ന് മിന്നൽ അടിച്ചപ്പോഴാണ് പ്ലേയേഴ്സിന് കാര്യം മനസ്സിലാകുന്നത്. പക്ഷേ ഒരു മിന്നൽ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് വിസിലിട്ട് നിർത്തുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഗ്രൗണ്ടിൽ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഏകദേശം യൂറോപ്പിലൊക്കെ ഫുട്ബോൾ തുടങ്ങുന്നത് 800കളുടെ അവസാനത്താണ്. 800കളുടെ മധ്യത്തിലും 800കളുടെ അവസാനത്തിലൊക്കെയാണ് ഇപ്പോൾ മേജർ ടീമുകളും സിറ്റി, ലിവർപൂൾ, റയൽ മാഡ്രിഡ് അങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ തുടങ്ങുന്നത്. അതേ ചരിത്രം ഇന്ത്യയിലെ ഫുട്ബോൾ ചരിത്രത്തിനുണ്ട്. ഇപ്പോൾ ഏകദേശം 800കളുടെ മധ്യത്തിൽ തന്നെ കൽക്കത്തയിൽ പിന്നെ ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്. മോഹൻ ബഗാൻ, കൽക്കത്ത FC ഒക്കെ ആ സമയത്താണ്. അതേ സമയത്ത് തന്നെ കേരളത്തിലും ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1889 തൃശ്ശൂരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. RB ഫെർഗൂസൺ എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിൽ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് കേരളത്തിൽ ഇത് പടർന്ന് പിടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം ഒന്ന് പറയാമോ? മലപ്പുറത്തെക്കുറിച്ച് പറയാം ആദ്യമായിട്ട്. മലപ്പുറം പട്ടാളം ഉള്ള കാലത്ത് പട്ടാളത്തിൻ്റെ കേന്ദ്രമായിരുന്നു മലപ്പുറം. അതായത് എയ്ഗ് ബാരക്സ്. ആ ഇപ്പോഴത്തെ മലപ്പുറം കലക്ട്രേറ്റ് നിലനിന്ന സ്ഥലം മുമ്പ് എയ്ഗ് ബാരക്സ് ആണ്. അപ്പോൾ അവിടെ ഫുട്ബോൾ, ഈ പട്ടാളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രം അവരുടെ കളി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ മലപ്പുറത്തെ നാട്ടുകാർ അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ കളി ഉണ്ടാവും. അപ്പോൾ ആദ്യം അങ്ങനെ കളി കാണാൻ പോയി. മലപ്പുറത്തേക്ക് അന്ന് എയ്ഗ് ബാരക്സിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ അവർ കളി കാണാൻ പോകുന്നു. പിന്നെ അങ്ങനെ ആശയവിനിമയം നടത്തിയിട്ട് ആ എയ്ഗ് ബാരക്സിലുള്ള പട്ടാള ടീമും മലപ്പുറത്തിലെ ആളുകളും തമ്മിലൊരു സൗഹൃദ മത്സരം ആരംഭിക്കുന്നു. ആ സൗഹൃദ മത്സരം അന്ന് ബൂട്ടിടാതെയാണ് മലപ്പുറത്തേർ കളിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ കളി അങ്ങനെ പട്ടാളവുമായിട്ട് വന്ന് പട്ടാളത്തിൽ സൗഹൃദ മത്സരം കളിച്ച് അതോടുകൂടിയാണ് മലപ്പുറത്തെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ്
ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാവരും അന്ന് ഫുട്ബോൾ പണ്ടും ഈ കെട്ടുപന്തുകൊണ്ടും മറ്റുകൊണ്ടൊക്കെ കളിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ പട്ടാളമായിട്ടുള്ള കളിയിൽ നിന്നാണ് കൂടുതൽ അതിന് വ്യാപ്തി കൂടിയിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത്. ശരി, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ മലബാർ മൊത്തം ആ ഒരു രീതിയിലായിരിക്കും വ്യാപിച്ചിട്ടുണ്ടാവുന്നില്ലേ? മലബാർ മൊയ്തു റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ടീം പോലും ഉണ്ടായിരുന്നു. എവിടെ? മലപ്പുറം ബേസ് ചെയ്ത് മൊയ്തു ഡിക്രൂസ് എന്നൊക്കെ പറയുന്ന പഴയ കളിക്കാരൊക്കെ കളിച്ച ടീമുകൾ പോലും മലപ്പുറത്തുണ്ടായിരുന്നു. അതുപോലെ മലപ്പുറം തിരൂരിൽ മമ്മിയാജി ഉള്ള രീതിയിലുള്ള ടീമുകൾ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അത് ഏത് കാലഘട്ടം നമ്മൾ അത്രയും ഓർമ്മയിൽ വരുന്നില്ല. എന്നാലും 50-കൾക്ക് മുമ്പായിരിക്കും അല്ലേ? ബാരക്സ് എന്നൊക്കെ പറയുന്നത് 50-ന് മുമ്പാണ്. അതിലെ പഴയ കളിക്കാർ അവിടെ കളിച്ചിരുന്ന പല പശ്ചാത്തലത്തിൽ ടീമിലെ പല കളിക്കാരും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പഴയ കളിക്കാർ പറയുമ്പോൾ മലപ്പുറം മൊയ്തീൻകുട്ടി, പാകിസ്ഥാൻ മൊയ്തീൻകുട്ടി എന്നൊരു പേര്, ഡിക്രൂസ് ഓരോ പേരുകളൊക്കെയാണ് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ശരി, നമുക്ക് പിന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ 90s ആണല്ലോ. അപ്പോൾ 90s അല്ലെങ്കിൽ ഒരു 80s ശേഷമുള്ള ആളുകളൊക്കെ ശേഷമുള്ള ആളുകളൊക്കെ ഞങ്ങൾ ഫുട്ബോള് കാണാനും പരിചയപ്പെടാനും തുടങ്ങിയത് ഇപ്പോൾ ബ്രസീൽ റൊണാൾഡിഞ്ഞോ, അല്ലെങ്കിൽ അർജൻറ്റീനയുടെ ബാറ്റിസ്റ്റൂട്ടോ, ഫ്രാൻസിസ് സിനദിൻ സിദാൻ, ആ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ അത് അറിയാലോ, അതിനുശേഷം വന്ന ഫുട്ബോളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ലോകകപ്പൊക്കെ വരുമ്പോഴുള്ള അതിൻ്റെ ആരവങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാലോ. പക്ഷെ ഇതിന് മുന്നേ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് പെലെ, മറഡോണ ആ കാലഘട്ടത്തിൻ്റെ ഒരു തലമുറ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അന്ന് അതിൽ സാറൊക്കെ ആ തലമുറയിൽ അത് കണ്ടും കേട്ടും അത് പരിചയിച്ചൊക്കെ വളർന്ന ആ ഒരു തലമുറയാണല്ലോ. പക്ഷെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ടി വി ഇല്ല. അതെ, അത് ഞാൻ ചോദിക്കാൻ വരുന്നത് അതായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ലോകകപ്പ് ആരവങ്ങള് എങ്ങനെയായിരുന്നു? അന്ന് വെറും പത്രവും ഓൾ ഇന്ത്യ റേഡിയോ മാത്രമാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ കമൻട്രി അന്ന് നമ്മളെ പ്രഗത്ഭരായ പല കമൻട്രി, കളി നമ്മൾ ആസ്വദിക്കുന്ന മാതിരിയാണ് അവരെ കമൻട്രി. എസ്പെഷ്യലി ദാമോദരൻ, അവരൊക്കെ ഒരു പപ്പൻ എന്നൊക്കെ പറയുന്നവരെ കമൻട്രി നമ്മൾ കേൾക്കണതാണ്. അപ്പോൾ അവർ ആ കമൻട്രി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കളി നമ്മളെ മനസ്സിൽ നടക്കുന്നതായിട്ടാണ് തോന്നുക. പക്ഷേ ആ രീതിയിലാണ് അന്നത്തെ കമൻട്രി. അന്നത്തെ കമൻട്രി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്, ഇന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ പത്രങ്ങളുടെയൊക്കെ ചായപ്പീടിയിലിരുന്ന ആളുകൾ പത്രം വായിച്ച്, ഒരാൾ വായിക്കുന്നു, മറ്റുള്ളവർ കേട്ട് അതിനങ്ങനെ ആസ്വദിക്കുന്ന ഒരനുഭവം അന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ 90-ന് ശേഷം എന്ന് വെച്ചാൽ ആദ്യം ഡിഷ് വന്നു, ആൻറ്റിന വന്നു, അത് തിരിച്ച് എൻ്റെ വീട്ടിൽ വരെ ആൻറ്റിന, ഞാൻ മദ്രാസിൽ കളിക്കുമ്പോൾ DD1 തിരിച്ചു വെക്കും. അങ്ങനെയൊക്കെ അവർ കളിയാണ്. അന്ന് മുതലാണ് ഈ കളിയുടെ ആളുകളിലേക്ക് എത്തിത്തുടങ്ങുന്നത് ഈ ടി വി വരുന്നതോട് കൂടിയാണ്. അതിന് മുന്നേ ഒരു പത്രത്തിൽ ഇത്ര ആവേശം ഉണ്ടാവില്ല. ടി വി കഴിഞ്ഞു, പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അന്നത്തെ ഇതേമാതിരിയുള്ള ബഹളം ഇല്ല. ഇന്ന് ഫ്ലെക്സും ജേഴ്സിയും ഷോർട്സും ഒക്കെ ആയിട്ട് കുട്ടികൾ വരെ ഇറങ്ങുകയാണ് ആവേശത്തിൽ. പക്ഷെ എങ്ങനെ പറഞ്ഞാലും ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നതിനേക്കാളും ആവേശമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ചിങ്ങാനം കളിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അത്രയും ആവേശത്തിലാണ് ജനങ്ങൾ ഈ കളിനെ ഏറ്റുവരുന്നത്. ഓരോ കൊല്ലം കൂടുമ്പോഴും കളി ഇന്ത്യൻ ടീമാണോ കളിക്കുന്നത് വരെ അത്ഭുതപ്പെട്ടുള്ള ആവേശമാണ് നമ്മൾ കാണിക്കുന്നത്. വ്യത്യാസം അതാണ്. എല്ലാവരും ഫാൻസായിട്ടും അർജൻറ്റീന ഫാൻസും ബ്രസീൽ ഫാൻസുമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അന്നൊരു പ്രാദേശിക കളി മാത്രത്തിൽ ഒതുങ്ങുമോ? ജില്ലാ അൺഒഫീഷ്യലായിട്ടുള്ള സെവൻസ് കളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അന്നും ഈ അൺഓതറൈസ്ഡ് സെവൻസുകൾ ഉണ്ട്. പക്ഷെ ഇത്ര വ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം. അന്ന് സംഘാടന ഈ പറഞ്ഞ സെവൻസിന് ഒരു അസോസിയേഷൻ ഇല്ല. ലെവൻസിൻ്റെ ഫുട്ബോൾ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ അംഗീകൃത അസോസിയേഷൻ മാത്രമാണ് അന്ന് കളികൾ അംഗീകൃത മത്സരങ്ങൾ നടത്തുക. അന്ന് അംഗീകൃത മത്സരം നടത്തുമ്പോൾ സ്റ്റേറ്റ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പുകൾ, സ്റ്റേറ്റ് ജൂനിയർ, സബ് ജൂനിയർ ഒക്കെ ഇൻ്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പുകളൊക്കെയാണ് ടീമുകൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. അതിൽ അവർ കൂടുതൽ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത പ്ലെയേഴ്സിന് അതിന് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കളിക്കാരൻ കാണികളായിട്ട് പുറത്തു നിൽക്കും. കുറഞ്ഞ ക്ലബ്ബുകളെ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അവർ അതിൽ ഒപ്പിടുന്ന ആളുകൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ കളി അറിയുന്ന ആളുകൾ പുറത്തുണ്ടാവും. ആ പുറത്തുണ്ടാകുന്ന ആളുകൾ കളിക്കണമെങ്കിൽ, അകത്ത് വരണമെങ്കിൽ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യണം, അവരെ കണ്ടെത്തണം. അങ്ങനെ ഒരു പോരായ്മ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ ക്ലബ്ബുകളുടെ എണ്ണം കൂടി, അവസരങ്ങൾ കൂടിയിട്ടുണ്ട്. അന്ന് അവസരങ്ങൾ കുറവായിരുന്നു. അന്ന് കളിക്കുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു കളിക്കാർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് സാമ്പത്തികമാണ്. ഈ കളിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ
രണ്ടും ആവശ്യമാണ്. കളിക്കും വേണം, സാമ്പത്തികം സാമ്പത്തികം വേണം. അതെ, അതെ. അതിന് രണ്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതെ, അതെ, അതെ. അന്നത്തെ ആളുകൾ പറയുന്നുണ്ടാവും ഇപ്പോൾ, കാരണം ഇന്നിപ്പോൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. അന്ന് കളി എന്ന് പറയുന്നത് അതിൽ മാത്രമാണ് ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നത്. മലപ്പുറത്തെ പഴയ കളിക്കാർ ഓരോരുത്തരെടുത്ത് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മലപ്പുറം അസീസാക്കാം, അദ്ദേഹം കൽക്കത്ത മോഹൻബഗാൻസിന് കളിച്ചിട്ടുണ്ട്, സർവീസസിൻ്റെ പ്ലെയറാണ്. ഇന്ത്യൻ ടീമിന് സെലക്ഷൻ കിട്ടിയിട്ട് ഉപരി പോയിട്ടില്ല എന്നാണ് എനിക്കറിവായത്. കാരണം അതിന് ഉപരി അത്ര താല്പര്യം കാണിച്ചിട്ടില്ല. ഉപരി സർവീസസ് ടീമിന് കളിച്ചിട്ടുണ്ട്, ASC സെക്കൻഡ് ടീം പ്ലെയറായിരുന്നു. അതുപോലെ ഉപരി കൽക്കത്ത മോഹൻബഗാൻസിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറം മൊയ്തീൻകുട്ടി ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. അതുപോലെ വേറൊരു മൊയ്തീൻകുട്ടിയുണ്ട്, പാകിസ്ഥാൻ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഇരുമ്പം മൊയ്തീൻകുട്ടി അറിയും. പിന്നീട് വേറൊരു മൊയ്തീൻകുട്ടിയുണ്ട്, നേവിൻ്റെ ഗോൾ കീപ്പർ മൊയ്തീൻകുട്ടിയുണ്ട്. അങ്ങനെ 3 വ്യത്യസ്ത മൊയ്തീൻകുട്ടിമാർ മലപ്പുറത്തുണ്ട്. ആ സമയത്ത് മലപ്പുറം അല്ലാതെ ബാക്കിയുള്ള ഇതുപോലെ ഒരു 10 പേരെ പറയാൻ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ? മലപ്പുറം ജില്ലക്ക് പുറത്ത് നിന്നിട്ട് ആരെങ്കിലും ഇതുപോലെ ഒരു പേരെടുത്ത് പറയാനുള്ള അന്നത്തെ കളിച്ചിരുന്ന പരിചയക്കാരെ ഓർമ്മ? ഏത് കാലഘട്ടത്തിൽ? ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ ഈ കാലഘട്ടത്തിലൊക്കെ മലപ്പുറത്ത് തന്നെ, മലപ്പുറത്തിന് പുറത്തുള്ള ജില്ലയിൽ, മലപ്പുറത്തിന് പുറത്ത് ജില്ലയിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെ കോഴിക്കോട് പ്രേംനാഥ് ഫിലിപ്പ്, അതുപോലെ നമ്മുടെ സേതുമാധവൻ, പിന്നെ പാട്രിക്ക്. വിക്രമഞ്ചേരി തൃശ്ശൂരാണ്. തൃശ്ശൂർ വിക്രമഞ്ചേരിയുടെ മൂപ്പര് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഗോൾ കീപ്പറായിരുന്നല്ലോ. അങ്ങനെ ഉള്ള ആളുകളുണ്ട്. ശരി.